ചോറൊക്കെ വെന്തില്ലേ ഇത്ര നേരത്തെ? എന്നോട് ആരാ പറഞ്ഞു നേരത്തെ തന്നെ നീക്കാന്? ഇവിടെ ആരും ഇപ്പൊ നേരത്തെ തിന്നണോരില്ല എന്നുള്ളത് അനക്കറിയില്ലേ? അല്ലെങ്കിലും ആ കുട്ടി ഉറങ്ങായിട്ട് നേരെ മുക്കോളം ഉറങ്ങണില്ല. എന്നിട്ട് പിന്നെ അതിന്റെ ഇടയിൽ ഈ നേരത്തെയും കൂടി നീച്ചിട്ട് ഞാൻ തിന്നൂട്ട് ആ കുട്ടിക്ക് പാല് കൊടുക്കാനുള്ളതാണ്. ഒരു ദോശയായിട്ട് ഇരിക്കൽ തുടങ്ങിയിട്ട് എത്ര സമയായിന്നറിയോ? അന്റെ ഉമ്മക്കെ എന്നോടാ ചോദിക്ക, എന്റെ മകൾ അവിടേക്ക് വന്നിട്ട് എന്റെ തടിയൊന്നും വെക്കാത്തത്. അന്റോട് വന്നപ്പോ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. എന്നിട്ട് ഇനിയിപ്പൊ ഇവിടുന്ന് തടി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാൻ വെച്ചായിട്ടാ. പിന്നെ അന്റെ മാപ്പിള ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണതേ എനിക്ക് തിന്നാൻ വേണ്ടിട്ടല്ല, അണക്ക് തിന്നാൻ വേണ്ടിട്ടാ. ഞാൻ തിന്നൂടാണ്ട്. ഞാൻ 2 ദോശയും കൂടി ഉണ്ടാക്കി തരട്ടെ? ആണ്ടമ്മ എനിക്ക് ദോശന് ധാരാളമാണ്. ഇനിയിപ്പൊ നിങ്ങൾ തരൂല കഞ്ഞി, അത് ഞാൻ തന്നെയല്ല കുടിക്കാണ്ടുള്ളത്. എനിക്ക് തന്നെ ധാരാളം. പെണ്ണ് കോലം കെട്ട് വരികയാണ്. നല്ലപോലെ തിന്നൂടൊക്കാണ്. തിന്നിട്ട് നല്ലൊരു തടിക്കട്ടെ. തടിച്ചു വിചാരിച്ചിട്ട് ഒന്നും വരൂല. കാലാകാലം ഇപ്പൊ ആ തടി നിൽക്കൊന്നുമില്ല. ആ കുട്ടിയുടെ പാലുടി അയ്യോളെങ്കിലും ഒന്ന് തടിച്ചെങ്ങാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലതല്ലേ? കാണാൻ തന്നെ ഒരു ചേലുണ്ടാവും. ഈ തടിയാണ് ഉമ്മ ഭാഗം. ഇനി തടിച്ച ആകെ ബോറാവും. ഞാൻ തിന്നൂടെ? ഓൻ വിളിച്ചിനില്ലേ? ഇക്ക വിളിച്ചിന്നുമ്മ. നിക്ക് ഇന്നലെ ഫോൺ മേടിച്ചാന്നും പറ്റിയിട്ടില്ല. നല്ല തലവേദനയുമല്ലോ. പിന്നെ ഞാൻ അവിടെ കിടന്നു. അത് എന്നോട് ഞാൻ പറഞ്ഞത്. ഞാൻ നാളെ വർത്താനം പറഞ്ഞോണ്ടിച്ച് ഇപ്പൊ വിളിച്ചോന്നുള്ളത്. ഇതിപ്പോ ഭേദമില്ലേ തലവേദന? ആടി കുറഞ്ഞിക്കണ്. ഇപ്പൊ കുറവുണ്ട്. അതിലിപ്പോ ഞാൻ നീച്ചതല്ലേ, ഇപ്പൊ ഞാൻ നീക്കുവോ? എന്താണ് അമ്മായിമ്മയും മരുമോളും കൂടി ഭയങ്കര ചിറിയും കളിയൊക്കെ? ഞാനും കൂടി അറിയട്ടെ. ഒന്നല്ലേടി, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നേ. പെറ്റ് നീച്ച പെണ്ണാണ്. എന്നിട്ട് ഒരു മുതല് തിന്നുണ്ടാവൂല്ല. ഞാൻ ഇപ്പൊ 2 ദിവസം കൊടുത്തിട്ടായാലും അത് ഒന്നെടുത്തുങ്ങാണ്ടിരിക്കണം. ഞങ്ങളോട് അറിയാമാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ടാക്കി തരാന്നേ. ഒരു മുതല് തിന്നൂല. അന്നെ പോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതേന്. ഇവളൊക്കെ പെറ്റെടുക്കുമ്പോ എന്തുപോലെ തിന്നീന്ന് അറിയോ? ഞാൻ ഉണ്ടാക്കി കൊടുത്ത് മടുത്തീന്. ഇപ്പൊ ഈ പെണ്ണ് ഒരു മുതല് തിന്നുന്നില്ല. അത് നിങ്ങൾ തന്നിട്ടല്ലേ ഞാൻ തിന്നീനെ, അല്ലാതെ ഞാൻ സ്വന്തം ഇഷ്ടത്തിന് എടുത്ത് തിന്നുകയും ചെയ്തീനല്ലോ. എനിക്ക് മതിമ്മ, ഞാൻ നീക്കാട്ടാ. എന്നുവെച്ച് പോയി കൈയൊക്കെ കഴുകിയാണ്ട് കുറച്ചേരം അവിടെ കുട്ടിയെടുത്ത് പോയി കിടന്നോ. അല്ല നിങ്ങക്ക് എന്താണ്? ഓൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഉണ്ടാക്കി തിന്നൂലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഏമിച്ചുണ്ടാക്കി ഇങ്ങനെ കൊടുക്കാൻ നിക്കണത്? ഇക്ക് ഇജ്ജു ഓളൊക്കെ ഒരുപോലെ തന്നെയാണ്. ഓളൊരു വേറെ, ഇജ്ജൊരു വേറെ ഒന്നും ഇല്ല. ഞാൻ എന്റെ 2 മക്കളെ പോലെ ഞാൻ രണ്ടാളെയും കണ്ടിക്കണത്. എന്താ എന്റെ അമ്മായിമ്മ എന്നോട് നല്ലപോലെ അല്ലേ നിക്കണത്? പിന്നെ എന്താ പ്രശ്നം? ഇത് വന്ന് നിക്കുണ്ടെങ്കിൽ നല്ലപോലെ നിന്ന് പോയിക്കോ. ഇനി ആ പണിനും കൂടി വെറുതെ തെറ്റിക്കാൻ നടക്കണ്ട. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഞാൻ മുണ്ടാതിരിക്കാ നല്ലത്. കിട്ടുമ്പോ പഠിച്ചോളൂ. പെണ്ണ് എന്തായിരിക്കും ഇങ്ങനെ? നല്ലപോലെ ഞാൻ ആ പെണ്ണും കൂടി ഒന്ന് വർത്താനം പറഞ്ഞ ആ പെണ്ണിന് അത് പറ്റൂല. ഭയങ്കര കണ്ണുക്കടിയാണ്. ഒന്നും പറയുന്നില്ല. എന്തേലും പറഞ്ഞാ പിന്നെ ഏറി പോകും. സ്വന്തം മകളല്ലേ ഇവിടെ വന്ന് നിക്കണേന് പറയാന്നുള്ളത് പിന്നെ പറഞ്ഞുണ്ടാക്കും. അത് വിചാരിച്ചിട്ടാണ്. അവിടെ ഒന്ന് പോയിട്ട് നല്ലപോലെ നിക്കുവോ? അതും ചോദിച്ചൂല. അമ്മായിമാനായിട്ട് എന്നും തല്ലും തിരക്കുക. തിരുമ്പേതൊക്കെ ഒന്ന് കൊണ്ടുപോയിടും കൂടിയും ചെയ്തിട്ടില്ല. ആ ഒരു പെണ്ണ് വന്നന്ന് തിരുമ്പിട്ടതാണ്. തിരുമ്പാനും അവൾക്ക് വെജ എടുത്തോണ്ടൊക്കാണ്ട് ഇങ്ങനെ നരച്ച് വട്ടാവാൻ വേണ്ടിട്ട് ഇവിടെ ഇട്ടിക്കണത്. ഓളെ മാപ്പിളുടെ ഫാൻ്റെ അടക്കം ഓൾ ഇവിടെ കൊടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാ തിരുമ്പുന്നത്. വല്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണ്. എന്തൊരു മടിയത്തിയാ. ഇങ്ങനെ ഉണ്ടാവോ മടിച്ചോള്? ഇങ്ങനെ റബ്ബ് എന്റെ പള്ളയിൽ വന്ന് ജനിച്ചാണാവോ? എനിക്ക് ഈ മടിയൊന്നുമില്ല. ഒരു മകളല്ലേ ഉള്ളു വിചാരിച്ചിട്ട് കൊഞ്ചിച്ച് അങ്ങനെ നടത്തിയിട്ടേ അപ്പൊ അത് നിക്കന്നെ തിരിച്ചിട്ടല്ലോ തുടങ്ങിക്കും. ഇമ്മ ഞാൻ എടുത്തേക്കണാ.
വേണ്ട ഞാൻ അടുത്ത ചോഞ്ഞിപ്പോ ആ വെയിലത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് തലയിട്ട് എന്തേലും ചെജ്ജു. നല്ല വെയിലുണ്ടേനു. എങ്ങണ്ട് നിക്ക വായോ ആ വെയിലത്തുനിന്ന് ഇങ്ങോട്ട് പോരെ. ആ ഭയങ്കര വെയിലാണ് അവിടെ നിക്കാൻ വെച്ച. അതാ ഞാനോട് ഇങ്ങോട്ട് നിക്കാൻ പറഞ്ഞേ. ഞാൻ തലയിട്ട് എന്തേലും ചെജ്ജു. ഇന്ന് നെറൂല് എണ്ണ ഇട്ടിട്ടാ നടക്കണത്? ഇല്ലമ്മ ഞാൻ ഇന്ന് എണ്ണ ഇട്ടിട്ടില്ല. ഇപ്പൊ തന്നെ കുളിക്കണ വിചാരിച്ചിട്ടൊന്ന് വെയിലൊക്കെ ആറിയിട്ട് കുളിക്കാ വിചാരിച്ച്. എന്നാ ഇപ്പൊ തന്നെ കുളിച്ചണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ച. ആ കുട്ടിയുടെ അടുത്ത് ലാസ്റ്റ് നേരം കൂടി പോയി കിടന്നോ. എന്താ പറ്റി ഇങ്ങോട്ട് വന്ന്? പിന്നില്ലമ്മ, അവിടുത്തെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇക്കങ്ങളോട് പറഞ്ഞോന്ന് അറിയില്ല. ഓൻ പറഞ്ഞു കേട്ടീന്ന് എന്റെ ഉമ്മാനെ എന്താ ഓപ്പറേഷത്തിന് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ. ഞാൻ അത് ചോദിക്കാൻ പിന്നെ പറ്റ മറക്കും ചെയ്ത്. എന്തെന്നിട്ട് ഡോക്ടർ പറഞ്ഞേ? എന്താണ് അമ്മാനിമാരോടും കൂടി ഭയങ്കര സംസാരം? എന്താ അസുഖമൊക്കെ കൂടുതലാണ്, പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണ്. അതിനെന്താ കാട്ടാന്ന് ഒരു പുറത്തുമില്ല. നല്ല പൈസ വരും ചെയ്യും. പിന്നെ ഗവൺമെന്റിൽ ഒന്നിട്ട് കാണിക്കാനും പറ്റാത്തൊരവസ്ഥ ആയിപ്പോ. വല്ലാത്തൊരു ഇടങ്ങേറ്. ഈ ജാണെന്നുണ്ടെങ്കി ഇപ്പൊ പെറ്റെടുക്കുകയും ചേച്ചിയാണ്. എന്തൊക്കെ ഇപ്പൊ കാട്ടുക റബ്ബേ. ഒരാളിപ്പോ നിക്കാനും ഇല്ലല്ലോ. എനിക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി നിന്നിരുന്നു. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ആകെ തെറ്റും ചേച്ചു. ഇതിപ്പോ ആരപ്പോ അവിടെ നിക്കാന്ന് പറഞ്ഞേ? ഇളയമ്മ നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി ഉള്ളു ഇളയമ്മ നിക്കണത്. ഇടക്കൊക്കെ ഒന്ന് പോയി നോക്കിയാ മതിയല്ലോ. ഞാൻ ഇടക്കും ഇടക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കോണ്ട്. അല്ലാപ്പൊ എന്താ കാട്ടുക? പൈസക്ക് എന്താ കാട്ടാന്നുള്ളൊരു പുറത്തും ഇല്ലമ്മ. പൈസ അല്ലേ? ഓനക്കിപ്പൊ ഒന്നും അയക്കാനൊന്നും പറ്റണില്ല എന്നല്ലേ പറഞ്ഞത്. അവിടെ ആ കടങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. എന്താപ്പൊ നമ്മള് കാട്ടുക? ഇങ്ങളൊരു വള ഉണ്ടല്ലോ, അതൊന്ന് പണയം വെക്കാൻ തരുമോ? ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോ ഇക്ക എന്നോട് ഉമ്മാനോട് ചോദിച്ചു നോക്ക്, പണയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഉമ്മാക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ്. ഇക്കാക്ക് ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ്. വളയാ? അതിനെന്താണ്? എന്നുവെച്ചാ പണയം വെച്ചാളാണ്. ഓനോട് ഒരു 6 മാസത്തിനൊക്കെ പണയം വെക്കാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് ആക്കത്തിന് എടുത്ത് തന്നാ മതി. എന്തായാലും എന്റെ ഉമ്മാന്റെ ഓപ്പറേഷൻ നടക്കട്ടെ. അനക്കറിയില്ല ഇപ്പൊ ഞാൻ ഇടലില്ല എന്നുള്ളതൊക്കെ. എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിക്കണ എടുത്ത് ഇടാൻ. ഇജ്ജാണെങ്കിൽ അത് കേൾക്കൂല്ല. എന്തായാലും ആ അൽമറയിലുണ്ട്, അത് ഞാൻ എടുത്തരാം. ഇജ്ജ് എന്നിട്ട് അത് കൊടുക്കുക എന്തെങ്കിലും ചെയ്താളാ. ഇപ്പാനോട് വരാൻ പറഞ്ഞാളെന്നാല്. നടക്കും. ഈ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ അണക്ക് ഇന്റെ ഉമ്മാന്റെ പണ്ടം തരല്ലേ? കാണിച്ചരാടി. നിങ്ങള് രണ്ടാളും കൂടി തെറ്റിക്കാള പണി ഇന്റെ അടുത്തുണ്ട്. ഇനിയിപ്പോ അത് ആലോചിച്ചങ്ങാണ്ട് വിഷമിക്കൊന്നും വേണ്ട. ആ കുട്ടിക്കാണ് അതിന്റെ കേട്. ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടി പാല് കുടിക്കണോ ഒക്കെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് അതിന് വല്ല അസുഖം എന്തെങ്കിലും വരും. ഞാൻ അടുത്ത ചെന്ന് നടക്കൂടെ? ഞാൻ ഈ തുണി കുപ്പായം കൂടി ബാക്കി എടുക്കട്ടെ. ഒരുത്തി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ഒന്നും മുണ്ടാതെ ഇരിക്കണത്. ഇനിയിപ്പോ വിരുന്ന് വന്നിട്ട് ഞാൻ എന്തേലും പറഞ്ഞ ഞാൻ അത് ഏറും വിചാരിച്ചിട്ട് ഞാൻ അടുത്തോളാം. ഓളെ മാപ്പിളിന്റെ ഡ്രസ്സ് അടക്കം ഓള് ഇങ്ങോട്ട് പാക്കാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പ. വല്ലാത്തൊരു മടി തന്നെയല്ല അപ്പൊ അത്. ഞാൻ ഒന്നും പറയണില്ല. ഇജ്ജാണ് പോയിക്കോ. ഇക്കറിഞ്ഞ എന്താ കാട്ടണ്ടെന്നുള്ളത്. ഇത് കൊണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പൂർത്തിയാക്കാം. തരുമ്പോ കാണരുത്. മറ്റവെന്താ ഒളിച്ചും പാത്തും നോക്കിങ്ങാണ്ട് വാതിലൊക്കെ അടക്കണം? ബെറ്റിന്റെ ചുട്ടിൽ വെക്കാം. അത് ശരി, ഉമ്മാന്റെ പണ്ടെടുത്തങ്ങാണ്ട് കക്കലെ. അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി പറയണത് കേട്ടിക്കണ് മൂപ്പരാള്.
കട്ട് ഞാനാന്നുള്ളത് പറയാൻ വേണ്ടിട്ട് ഇക്കാരം കട്ടിന്റെ ചോട്ടിൽ വെക്കണത് കാണിച്ചരാ. ഇനി കാണൂലല്ലോ. ആ ഇങ്ങനെ ഫോണും ഇരുന്ന് ഇങ്ങനെ തോണ്ടിരുന്ന് കളിച്ചിട്ടാ ഈ തുണി കുപ്പായൊക്കെ ഒന്നാണ് മടക്കി വെച്ചുകൂട്ടാ. തിരുമ്പാനോ എന്നെ കൊണ്ട് പറ്റൂല. ഇതൊക്കെ മടക്കി വെച്ചാൽ ആ ബാഗിക്കാണ്ട് വെച്ചാളാ. ഇക്കൊന്ന് വെച്ച മടക്കിയേക്കാ. നിങ്ങളെ മരുവുണ്ടല്ലോ അവളോടൊന്നാണ് പറഞ്ഞൂടി. ഇത് ഇന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടട്ടോ. ആ പെണ്ണ് പെറ്റെടുക്കല്ലേ. ഇത് പെറ്റെടുക്കുമ്പോ ഇങ്ങനെ ഇത് പണോട് എടുത്തിട്ടാ എന്നെ കൊണ്ട് ഇത് കൂടുതൽ വർത്താനം പറയിപ്പിക്കണ്ട. അനക്ക് പറ്റൂലെങ്കിൽ പറഞ്ഞാൽ സെജന ഞാൻ ചെയ്തോണ്ട്. ഒരു ഉപകാരത്തിനും ഇല്ലാത്തൊരു പെണ്ണ്. ഞാൻ പെണ്ണിനെ വളെടുത്തോർക്കട്ടെ. പെണ്ണ് പാനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളൂ. ഇവിടെ തന്നെയാണല്ലോ ഇപ്പൊ പണ്ട വെച്ചത്. കാണാനില്ലല്ലോ. എന്താണ് ഭയങ്കര തെരച്ചിലാണല്ലോ. ഞാൻ ഇന്റെ ഞാൻ അതിൽ ഊരി വെച്ചിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓളെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അതിനൊന്ന് പണയം വെക്കാൻ വേണ്ടിട്ട് ചോദിച്ചീന്. അപ്പൊ ഇപ്പൊ തെരഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. ഇജ്ജ് കണ്ടീനാ? ആ പിന്നെ അയക്ക് നിങ്ങളെ അൽമറ തപ്പലല്ലേ പണി. നിങ്ങളെ മരിയോളം എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് സംഭവം. ഇവിടെ നിന്നിട്ട് ചുറ്റിപ്പറ്റി തിരിയണേ ഞാൻ കണ്ടത്. എന്തോന്ന് നോക്കണ ഇജ്ജ് കണ്ടാ? നിങ്ങളെ മരിയോളെ അൽമറേന്ന് എന്തോ കൊടുത്തങ്ങാണ്ട് പോണേ ഞാൻ കണ്ടിരുന്നു. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ കക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഇനിയിപ്പോ കട്ടിട്ടുണ്ടെങ്കിൽ കാണാനില്ല എന്നുള്ള പേരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ തിരിച്ചറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ നമ്മളൊക്കെ ഇപ്പൊ എന്ത് പറയണേ, നമ്മളാരെന്തേലും പറഞ്ഞ ഒരാളും വിശ്വസിക്കൊന്നുമില്ല. ഈ പെണ്ണ മുണ്ടാ പോയിക്കട്ടോ ഇല്ലാത്തൊക്കെ പറഞ്ഞാണ്ട്. ആ പെണ്ണ അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ഇത്രയും കാലമായി ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇതുവരായിട്ടും അങ്ങനത്തെ ഒരു മുതലോളം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് സത്യാണ്. ഞാൻ കണ്ടതാണ് ഓൾ എടുത്തിങ്ങാട് പോണത്. റൂബിയെ, 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 പെണ്ണുതി അവിടെ ചോദിച്ചു നോക്കി മരിയോളോട്. പുന്നാര മരിയോളല്ലേ. ഓളെ എവിടുക്ക പോയത്? എന്തമ്മ? ആ പിന്നെ ഇജ് വളെടുത്ത അൽമറേന്ന്? മോളെ ഇല്ലല്ലോ. എന്തേ? ഇപ്പൊ കാണാനില്ലല്ലോ. ഇജ് എടുക്കണത് ഇവള് കണ്ടുന്ന് അറിഞ്ഞ എന്നോട്. ഇജ് എന്നോട് ചോദിക്കണുണ്ട്, പിന്നെ എടുക്കണേ ഞാനും കണ്ടില്ല. ഓള് നോണ അറിയമ്മ. ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇങ്ങോട്ട് ചോദിക്കാതെ ഒന്നും എടുക്കാന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് ചോദിച്ച മുതലല്ലേ, പിന്നെ എന്തിനാ കക്കണത്? ഞാൻ നോണ അറിയേ? ഇന്റെ ഉമ്മാന്റെ മുതല് കക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കേട്ടില്ല നിങ്ങളോട് പറയണത്? ഞാൻ നോണ അറിയാന്ന്. നിങ്ങക്ക് അങ്ങനെ തോന്നുന്നുണ്ടമ്മ? ഇനിയിപ്പോ എത്ര ഓള് പണിയെടുക്കാതിരുന്നാലും എത്ര ഞാൻ ചീത്ത അറിഞ്ഞാലും എന്റെ കുട്ടി എന്നോട് നോണ അറിയുന്ന നിക്ക ഓളെ എടുക്കും നിക്ക് തോന്നിയ. കാരണം ഇത്രയും കാലമായിട്ട് ഓള് എടുത്തിട്ടില്ല എന്റെ ഒരു മുതലും. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാള് പുറത്തുനിന്ന് അറിയാനിപ്പോ ഇജ്ജ് മാത്രല്ലേ ഉള്ളൂ. ഞാൻ അത് എന്നോട് ചോദിച്ചത്. നല്ലപോലെ പോണൊരു കുടുംബം ഇപ്പൊ ഇജായിട്ട് ഇല്ലാതാക്കാൻ നിക്കണ്ട. ഇമ്മങ്ങള് പറഞ്ഞു വരുന്ന എന്താന്നുള്ളത് നന്നായിട്ട് മനസ്സിലായിക്കണു. നിങ്ങക്ക് അത്രക്ക് സംശയമല്ലേ? ഞാൻ എന്റെ റൂമും കൂടി ഞാൻ നോക്കിക്കോളാം. പിന്നെ
ഇജാ വളർത്തുകയെന്നുണ്ടെങ്കിൽ വേഗം ഉമ്മാന്റെ അൽമറയെ കൊണ്ടുവച്ചാളാ. ഇന്റെ മേത്തേക്ക് ഇടാൻ നിക്കണ്ട. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനോ? ഞാൻ എടുക്കണ ഈ കണ്ടോ? കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഉണക്കുള്ളു ഞാൻ തരാടി. ഇമ്മ ഇമ്മ ഇമ്മതി എവിടെ? ഇമ്മ കോഞ്ചരാടി. എന്താ കിട്ടിയാ? കിട്ടിയടി. നിങ്ങൾ മരുവോള് പറഞ്ഞു കേട്ടില്ലേ? ഞാനാണ് എടുത്തുക്കണെന്ന്. ഞാൻ എടുത്തുക്കണെന്നാണ് ഓള് പറയുന്നത്. ഓൾക്ക് ഇപ്പോഴും ആന്ന് മാറ്റി പറയാൻ വെച്ച. ഓൾക്ക് എടുത്തുക്കണെന്നുണ്ടെങ്കിൽ ഓളോട് ഇങ്ങോട്ട് തരാൻ പറയും. ഓള് എടുത്തിട്ടില്ലാന്ന് എന്നോട് പറഞ്ഞില്ല. പിന്നെ എന്ത് കാര്യത്തിന് എന്റെ മകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? പെരേല് മുതല് കൊടുക്കാനില്ലാന്നുണ്ടെങ്കിലേ കൊടുക്കണ്ട. അയച്ചിട്ട് കക്കല്ലേ വേണ്ടത്. ഞാൻ നല്ലപോലെ പറഞ്ഞു ഞാൻ തരാ സാധനം എനിക്ക് കൊടുത്താളാന്ന്. അപ്പൊ ചിക്ക തിരിച്ചു തരേണ്ടി വരും വിചാരിച്ചിട്ട് അത് കക്കുക. എന്നാ പിന്നെ അത് കാണാനില്ല എന്നുള്ള പേരിൽ ഇരിക്കാലോചിച്ചിട്ടില്ലേ? എന്നാ പിന്നെ അത് എടുത്തരേണ്ട ആവശ്യമല്ല പണയം വെച്ചാല്. അന്റെ നാടകമൊക്കെ നിർത്തിക്കാളാ. ഞാനും മോളെ വെറുതെ കള്ളിയാക്കിയോന്നല്ല. ഓള് എടുക്കണ ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ്. എടുത്ത് വരുന്നതാ ഞാൻ കണ്ടത്, എടുക്കണതല്ല. എടുത്ത് വന്നിട്ട് ഓൾ എടുത്തിട്ട് ബെഡിന്റെ ചോട്ടിൽ ഇവിടെ കൊടുന്ന് നിൽക്കണേ ഞാൻ കണ്ടതാണ്. നിങ്ങൾ ഓളോട് ചോദിച്ചു നോക്കി ഓൾ എടുത്തുക്കണോ ഇല്ലയെന്നുള്ളത്. എന്നിട്ട് മതി നിങ്ങൾ ഇന്നെ കള്ളിയാക്കല്. ആണടി. ഇജാണോ ഈ കട്ടിങ്ങോട്ട് ഇവിടെ കൊടുന്ന് വെച്ചത്? എന്തമ്മ ഓൾക്കിപ്പോ മുണ്ടാട്ടൊന്നും ഇല്ലല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് ആ എടുത്തുക്കണെന്നുള്ളത്? ഞാൻ കണ്ടതാണ് ഓളെ എടുത്ത് കൊണ്ടുവന്നത്. നമ്മളെ അമ്മയെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഈ പരിപാടി കാട്ടിയത്. ഞാൻ എന്ത് തെറ്റമ്മ ഞാൻ ഓൾക്ക് ചെയ്തത്? ഞാൻ ഓളോട് നല്ലപോലെ തന്നെ അല്ലേ പെരുമാറുന്നത്. പിന്നെ എന്റെ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് എല്ലാം ചെയ്തു തരുന്നത് ഓൾക്ക് പറ്റുന്നില്ല. അതന്നെ. അങ്ങനെ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിക്കണില്ല. ഞാൻ എന്റെ പെരേക്ക് പോയിക്കോളാം. ചെറിയതാണെങ്കിൽ എനിക്കും ഉണ്ട് ഒരു പെരൊക്കെ അവിടെ. അനക്ക് ഞങ്ങള് രണ്ടാളും കൂടി തെറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? അന്നെ ഞാൻ ഓരോരുത്തർക്ക് കെട്ടിച്ച് പറഞ്ഞയച്ചല്ലേ. ഈ പൈസ ഒന്നും ഇല്ലാത്തോടത്ത് നല്ല പണ്ട തന്നിട്ടന്നെ ഞാൻ ആണ്ട് കെട്ടിച്ച് പറഞ്ഞയച്ചിക്കണേ. എന്നിട്ട് പിന്നെ ഇജ്ജ് കുറ്റി മറിച്ചിങ്ങാണ്ട് ഇവിടെ വന്ന് നിക്കണേ ഞങ്ങൾ രണ്ടാളും കൂടി തമ്മിൽ തെറ്റിക്കാനാ? ആണടി. എന്താ എനക്ക് നാവില്ലേ പറയണ? ആങ്ങളെ അങ്ങോട്ട് വിളിക്കട്ടെ. ഓൻ വിളിച്ചിട്ട് ഞാൻ ഇതിനൊരു തീരുമാനം ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാം. അന്റെ മാപ്പിളക്കും ഞാൻ ഒന്ന് വിളിക്കാണ്ട് എന്ത് കാര്യത്തിനാണ് അന്നെ ഇവിടെ കൊടുന്നാക്കിക്കണെന്ന് എനിക്കറിയണം. ആ നല്ലൊരു തന്തി തള്ളി അതിന്റെ ഉള്ളിലുണ്ട്. ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ടല്ലേ ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കണേ? ഞങ്ങൾ രണ്ടാളും നല്ലപോലെ നിക്കണ എനിക്ക് സഹിക്കണില്ല അല്ലെ? ഇനി ഉമ്മയുടെ കുട്ടിന്റെ ഉള്ളിൽ നിക്കാൻ നിക്കണ്ടട്ടോ. ഇനി ഇജ്ജ് വേഗം എന്റെ കെട്ടും മണ്ടൊക്കെ എടുത്ത് വേഗം പോവാൻ നോക്ക്. ഇനി ഇജ്ജ് കെട്ടിച്ചോടത്ത് നിന്നാ മതി. എപ്പോഴെങ്കിലും എനിക്ക് നിക്കണം ഉമ്മാനെ കാണണം അത്രയും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ ദിവസം ഇവിടെ വന്ന് നിക്ക. അതിലും കൂടുതൽ ദിവസം ഞാൻ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കൂല. നോക്കിക്കോ പണ്ടവിടെ വെച്ചാളാ ട്ടാ. ഈ നാണും മാനും ഇല്ലാത്തോള് സ്വന്തം ഉമ്മാന്റെ മുതല് കക്കാൻ വന്നിക്കണോള്. എന്നിട്ട് ഓളെ മേത്തേക്ക് ഇടാന് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ ഇനി കൂടുതൽ എന്തെങ്കിലും പറയണതിന്റെ മുന്നേ ഇവിടുന്ന് പോവാ നല്ലത്. എന്റെ ആങ്ങളെ ഇവിടെ വിളിച്ചിട്ട് കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കാനും ഉണ്ട്. ഞാൻ പോവാൻ നോക്ക്. ഇജതൊന്നും കാര്യാക്കണ്ട. അമ്മ എന്നോട് ഞാൻ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഇജ് പൊരുത്തപ്പെട്ട് എന്നാളാ. ഓരോരോ കുത്തിത്തിരിപ്പ് കാരണം ഞാൻ പറഞ്ഞു പോയതാണ്. ഇജ അതൊന്നും കാര്യാക്കി എടുക്കണ്ട. ആ കുട്ടിയെ എടുത്തിരുന്നോ? അനക്ക് ഇനി നന്നാവാനുള്ള അവസരമുണ്ട്. ഞാൻ ഇതിപ്പോ ഇക്കാനോട് പറയാൻ ഞാൻ സമ്മതിക്കൂല. അമ്മാനോട് ഇക്കാനുണ്ടെങ്കിൽ ആൾക്കറിയാലോ എന്താ ഇവിടെ ഉണ്ടാവാൻ പോണെന്നുള്ളത്. നന്നാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ അനക്ക് ഇനി ഇങ്ങോട്ട് വരാനും പറ്റൂല. ഇനിയിപ്പൊ ഞാൻ ആണ്ട് പോണ്ടി വരും. ഓനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും ചെയ്യും. അങ്ങനെ അമ്മായിമാരോട് ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഈ കരഞ്ഞ് എന്താ കാട്ടണ്ടെന്നുള്ളത്